വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ കവറേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഗുകേഷും ചൈനയുടെ ഡിങ് ലിറനും തമ്മിൽ നീണ്ട 14 മത്സരങ്ങൾ ഏറ്റുമുട്ടുകയാണ്. ഇവിടെ വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗുകേഷ്. ഒന്നാമത്തെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്, റിസൾട്ട് വന്നു. രണ്ടാമത്തെ ഗെയിം ഇന്ന് നടക്കും. ഒന്നാമത്തെ ഗെയിമിൽ പോൺ E4 കളിച്ചുകൊണ്ട് ഗുകേഷ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പോൺ E6. സാധാരണ പോൺ E4 കളിക്കുമ്പോൾ പോൺ E5 അല്ലെങ്കിൽ പോൺ C5 സിസിലിയൻ ഡിഫൻസ്, അല്ലെങ്കിൽ പോൺ E5 കളിച്ചുകൊണ്ട് പിന്നീട് റൂയൽ ഓപ്പസിലേക്കൊക്കെ പോകും. അതൊക്കെയാണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലൊക്കെ നടന്നിട്ടുള്ളത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായി സർപ്രൈസ് വെപ്പൺ പോൺ E6 ഫ്രഞ്ച് ഡിഫൻസ്, പോൺ D4 മെയിൻ മൂവ്, പോൺ D5. പോൺ E5 കളിക്കുകയാണെങ്കിൽ അത് ഫ്രഞ്ച് ഡിഫൻസ് അഡ്വാൻസ് വേരിയേഷനിലേക്ക് പോകും. ഗുകേഷ് ഇവിടെ കളിക്കുന്നത് നൈറ്റ് C3. ഇത് പോൺ ടെക്സ് പോൺ കളിക്കുകയാണെങ്കിൽ അത് റൂബിൻസ്റ്റൈൻ വേരിയേഷനിലേക്ക് കടക്കും. അല്ലെങ്കിൽ ബിഷപ്പ് B4 കളിക്കുകയാണെങ്കിൽ അത് വിനോവർ വേരിയേഷൻ, ഫ്രഞ്ച് ഡിഫൻസ് വിനോവർ വേരിയേഷനിലേക്ക് കടക്കും. എന്നാൽ ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് നൈറ്റ് F6 ക്ലാസിക്കൽ വേരിയേഷൻ. പോൺ E5 ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് സ്റ്റൈനിറ്റ്സ് വേരിയേഷൻ, ഫ്രഞ്ച് ഡിഫൻസ് സ്റ്റൈനിറ്റ്സ് വേരിയേഷൻ. നൈറ്റ് D7ലേക്ക് മാറുന്നു. പോൺ F4 വൈറ്റ് കിങ് സൈഡ് പോൺ സ്റ്റോം നടത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്യലാണ് ഇവിടെ ഈ ഒരു വേരിയേഷനിൽ മെയിനായി കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ കളിക്കുന്നത് ഗുകേഷ്. പോൺ C5 ബ്ലാക്ക് ഈ ഒരു പോൺ ചെയിനിൻ്റെ ബേസിൽ അറ്റാക്ക് ചെയ്യുന്നു. അതുമാത്രമല്ല പോൺ C5 കളിക്കുമ്പോൾ ഈ ഒരു പോണിൻ്റെ പിറകിൽ ആയിട്ട് ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നൈറ്റിനെ ആദ്യം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോൺ പുഷ് പിന്നീട് സാധ്യമല്ല. അതിനെ പോണിനെ നൈറ്റ് ബ്ലോക്ക് ചെയ്യും. ഇവിടെ മെയിനായിട്ടുള്ള മൂവ് നൈറ്റിനെ F3യിലേക്ക് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ നൈറ്റ് C6 കളിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് E3. ഇതൊക്കെയാണ് മെയിൻ മൂവ്. എന്നാൽ ഗുകേഷ് ഇവിടെ കളിക്കുന്നത് നൈറ്റ് E2. ഇവിടെ പോൺ C5 വന്നപ്പോൾ നൈറ്റ് F3 കളിക്കാതെ ഈ ഒരു നൈറ്റിനെ E2യിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല പോൺ C3 പിന്നീട് സാധ്യമാണ്. ഈ ഒരു നൈറ്റ് ആ ഒരു സ്ക്വയർ വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വരുന്നു നൈറ്റ് C6, പോൺ C3. ഈ ഒരു നൈറ്റും പോണും ഒക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ഗാർഡ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സെൻറ്ററിലുള്ള പോണിനെ. ഇവിടെ വരുന്നു പോൺ A5. ഡിങ് ലിറൻ കുറേ നേരം ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു മൂവ് നടത്തുന്നത്. ക്ലോക്കിൽ വളരെ ടൈം കുറവായിരുന്നു ഡിങ് ലിറന് ഈ ഒരു മൂവ് കളിക്കുമ്പോൾ. ഗുകേഷ് ടൈം വൈസ് വളരെ ലീഡിങ് ആയിരുന്നു ആദ്യത്തെ കുറേ പകുതി നീക്കങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നൈറ്റ് F3യിലേക്ക് ഗുകേഷ് ഡെവലപ്പ് ചെയ്യാണ്, പീസുകളെ ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ ഡിങ് ലിറൻ തൻ്റെ പീസുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം പോൺ A4 ഈ പോൺ ചെയിനിൻ്റെ ബേസിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ് പോൺ ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് പോൺ വീക്ക്നെസ് സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ക്വീൻ സൈഡ് അറ്റാക്ക്. എന്നാൽ ഗുകേഷ് പീസുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കിങ് സൈഡ് അറ്റാക്ക്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും F4 F5 ഒരു ബ്രേക്കാണ്, കാസ്ലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം. ഈ ഒരു പൊസിഷനിൽ ആദ്യം വരുന്നു ബിഷപ്പ് E3. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പ് E7, പോൺ G4. ഒരു പോൺ G4 ഇവിടെ സാധ്യമാണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് കാസ്ലിംഗ് നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ കിങ്ങിൻ്റെ മുന്നിൽ പോണുകളെ മുന്നോട്ട് നീക്കുന്നത് സേഫ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോൺ ചെയിൻ ഇവിടെ ഏകദേശം ലോക്ക് ചെയ്ത പോലെയാണ്. ക്ലോസ്ഡ് പൊസിഷനാണുള്ളത്, ഓപ്പൺ പൊസിഷനല്ല. അപ്പോൾ ക്ലോസ്ഡ് പൊസിഷനിലാകുമ്പോൾ നമുക്ക് ഇതേപോലെ പോൺ G4 മൂവ് കളിക്കുമ്പോൾ അത്രയ്ക്ക് പേടിക്കേണ്ടതില്ല. കാരണം പീസുകളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ് ഇവിടെ പോൺ ഇവിടെ ക്ലോസ്ഡ് പോൺ സ്ട്രക്ചർ ആയത് കാരണം. ഓക്കെ. എന്നാൽ ഇവിടെ ഈ ഒരു ക്വീൻ B6 വന്നുകൊണ്ട് B2യിലുള്ള പോണിൽ പ്രഷർ കൊടുക്കാം. അല്ലെങ്കിൽ ക്വീൻ C7 കളിച്ചുകൊണ്ട് ഈ ഒരു പോണിൽ കൂടുതൽ പീസുകൾ കൊണ്ട് പ്രഷർ കൊടുക്കാം. ഇങ്ങനെയൊക്കെ കളിക്കാം. അല്ലെങ്കിൽ കാസ്ലിംഗ്. ഇവിടെ ഇതൊന്നുമല്ലാതെ ഡിങ് ലിറൻ കളിക്കുന്നത് ക്വീൻ A5. ഇത് ഒരു ഗുകേഷ് വിചാരിക്കാത്തൊരു മൂവാണ് ഈ ഒരു ക്വീൻ A5.
അതായത് ഈ ഒരു പോണിനെ ഇവിടെ പിൻ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോൺ ടേക്സ് പോൺ കളിച്ചാൽ ഈ പോൺ കൊണ്ട് വെട്ടാൻ സാധ്യമല്ല. ഗുകേഷ് ഉടൻ തന്നെ കാസ്ലിംഗ് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആദ്യം വരുന്നു ബിഷപ്പ് G2. പോൺ A3 കളിച്ചുകൊണ്ട് ഈ ഒരു ബേസിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഒരു പോണിനെ നീക്കണം. മുന്നോട്ടേക്ക് പോൺ B3യിലേക്ക് മാറുന്നു. ആദ്യം പോൺ ടേക്സ് പോൺ. ഈ ഒരു പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടാൻ സാധ്യമല്ല. നൈറ്റ് ടേക്സ് പോൺ കളിക്കുന്നതിന് മുന്നേ ഒരു മൂവ് കളിക്കുകയാണ്. ആദ്യം പോണിനെ പുഷ് ചെയ്തുകൊണ്ട് ക്വീനിൽ അറ്റാക്ക്. ക്വീൻ തിരിച്ചു പോകുന്നു C7ലേക്ക്. ഈ ഒരു C7 സ്ക്വയറിൽ വെച്ചുകൊണ്ട് ഈ ഒരു പോണിനെ കൂടുതലായി അറ്റാക്ക് ചെയ്യുകയാണ് ബ്ലാക്ക്. 3 പീസുകൾ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു പോൺ പുഷ് അത്ര എളുപ്പമല്ല വൈറ്റിന്. ഇവിടെ വെച്ചുകൊണ്ട് നൈറ്റ് ടേക്സ് പോൺ കളിക്കുന്നു. നൈറ്റ് B6. നമുക്ക് കാണാം ഈ ഒരു സ്ക്വയർ വീക്കായിരിക്കുകയാണ്. ഈ ഒരു പോൺ B4 പുഷോട് കൂടി ഇത് ഒരു നൈറ്റിനുള്ള നല്ലൊരു ഔട്ട് പോസ്റ്റായി മാറും. ആദ്യമായി കാസ്ലിംഗ് കിങ് സൈഡ്. നൈറ്റ് C4 ബിഷപ്പിൽ അറ്റാക്ക്. ബിഷപ്പ് F2. ബിഷപ്പ് D7. നമുക്ക് കാണാം ഈ ഒരു മൂവോട് കൂടി വൈറ്റിൻ്റെ ഈ ഒരു പോൺ ഇവിടെ വീക്കായി മാറുന്നത് കാണാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് അറ്റാക്ക് മുന്നോട്ട് പോകുന്നതെന്ന്. ഗുകേഷ് എപ്പോഴും ശ്രമിക്കുന്നത് ഇപ്പോൾ കാസ്ലിംഗ് നടത്തിയത് കാരണം ഈ ഒരു റൂക്കിൻ്റെ ഫയൽ ഓപ്പണായി. പിന്നീട് ഈ പോൺ F4 F5 പുഷ് നടത്തി കഴിഞ്ഞാൽ നല്ലൊരു അറ്റാക്കിനുള്ള ചാൻസ് ഉണ്ട്. കിങ് സൈഡിൽ അറ്റാക്ക് ചെയ്ത് ചെക്ക്മേറ്റ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ശ്രമിക്കുന്നത് ഈ പോൺ വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് എങ്ങനെ വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യാം, ക്വീൻ സൈഡിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഒരു പോൺ വളരെ അഡ്വാൻസ് ചെയ്ത വന്നിരിക്കുകയാണ്. ഈ ഒരു പോണിനെ എങ്ങനെയെങ്കിലും വെട്ടി മാറ്റുകയാണെങ്കിൽ പിന്നീട് ഇത് 2 സ്റ്റെപ്പ് കൂടി പോവുകയാണെങ്കിൽ എൻഡ് ഗെയിമിൽ ക്വീനായി മാറും. നോക്കാം. ക്വീൻ E2. ഗുകേഷ് ഈ ഒരു പോണിനെ ഒരു പീസ് കൂടി എടുത്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇവിടെ ക്വീൻ നൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പിന്നീട് പോൺ പുഷിന് വഴിയൊരുക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം നൈറ്റ് ടേക്സ് നൈറ്റ് വരുന്നു. ഇവിടെ ബിഷപ്പ് ടേക്സ് നൈറ്റ് ആയിരുന്നു കുറച്ചുകൂടി നല്ല മൂവ്. എന്നാൽ നൈറ്റ് ടേക്സ് നൈറ്റാണ് ഗുകേഷ് കളിക്കുന്നത്. അപ്പോൾ ഗുകേഷിനെ ഞെട്ടിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റ് വരികയാണ്. നൈറ്റ് B2. ഈ ഒരു സെക്കൻഡ് റാങ്കിലാണ് ഇവിടെ നൈറ്റ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു B2 സ്ക്വയറിൽ വരെ എത്തിയിരിക്കുകയാണ് വൈറ്റിൻ്റെ ക്യാമ്പിൽ. അതുമാത്രമല്ല അത് പ്രൊട്ടക്റ്റ് കൂടി ചെയ്തിരിക്കുകയാണ് ഈ ഒരു പോൺ ഉപയോഗിച്ച്. ഈ ഒരു പോണിനെ ഈ ഒരു റൂക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുമാത്രമല്ല ഈ നൈറ്റ് മാറിയതോടുകൂടി ഈ ഒരു പോണിൽ ക്വീനിൻ്റെ അറ്റാക്ക് കൂടി വന്നിരിക്കുകയാണ്. ഡയറക്റ്റ് അറ്റാക്ക്. ഇവിടെ ക്വീൻ E3 കളിച്ചുകൊണ്ട് ഗുകേഷ് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൂക്ക് C8 വീണ്ടും അറ്റാക്ക്. 2 പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇനി ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യണം. എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാം? ഈ റൂക്ക് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാം. ഈ ഒരു റൂക്ക് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യാം. ഇവിടെ ഗുകേഷ് ചൂസ് ചെയ്യുന്നത് ഈ ഒരു റൂക്ക് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുന്നതാണ്. എന്നാൽ അത് അത്ര നല്ല മൂവായി കണക്കാക്കപ്പെടുന്നില്ല. ഇതിൽ കുറച്ചുകൂടി നല്ലത് ഈ ഒരു റൂക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പ്. എന്നാൽ അത് കളിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ ഒരു റൂക്ക് ഉപയോഗിച്ചാണ് ഗുകേഷിൻ്റെ ഫ്യൂച്ചറിലുള്ള അറ്റാക്ക് മൊത്തം വരുന്നത്. അതായത് ഈ ഒരു പോണിനെ മുന്നോട്ട് നീക്കിക്കൊണ്ട് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുകേഷ് ഈ ഒരു റൂക്കിനെ C5ലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റേ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ C1ലേക്ക് വരികയാണ്. അതുപോലെ അതിന് പകരം ബിഷപ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 2 റൂക്കും തമ്മിലുള്ള കണക്ഷൻ അവിടെ ബ്ലോക്ക് ആവും. എന്തായാലും ഗുകേഷ് കളിക്കുന്നത് റൂക്ക് C1. അത് ഈ ഒരു പോണിലുള്ള പ്രൊട്ടക്ഷൻ അവിടുന്ന് എടുത്ത് മാറ്റുക കൂടി ചെയ്യുകയാണ്. അത് കുറച്ച് ഡേഞ്ചറാണ്. ഇവിടെ വരുന്നു ക്വീൻ C4. ഈ ഒരു പോണിൽ അറ്റാക്ക്. ഈ ഒരു പോണിനെ ഇനി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? അതിന് പകരം കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ് പോൺ F5. ഇവിടെ
പോൺ എക്സ്ചേഞ്ച് ഒക്കെ നടന്നു കഴിഞ്ഞാൽ വൈറ്റിനാണ് നല്ലത്. കൂടുതൽ അറ്റാക്കിംഗ് ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ക്വീൻ ടേക്സ് പോണും ബ്ലാക്ക് കളിക്കുന്നില്ല. കാരണം വൈറ്റ് തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യും ഈ ഒരു പോൺ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ശ്രമിക്കുന്നത് ക്വീൻ ട്രേഡിന് വേണ്ടിയാണ്. ക്വീൻ എക്സ്ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പോൺ വീക്ക്നെസ്സിനെ മുതലെടുത്തുകൊണ്ട് ബ്ലാക്കിന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ ക്വീൻ ട്രേഡ് നടന്നു കഴിഞ്ഞാൽ വൈറ്റിന് കാര്യമായി അറ്റാക്ക് ചെയ്ത് ചെക്ക്മേറ്റ് ചെയ്യാനൊന്നും സാധ്യമല്ല. ഓക്കെ, ക്വീൻ ബോർഡിൽ വെച്ചുകൊണ്ട് വേണം ഗുകേഷിന് കളിക്കാൻ. എന്നാൽ ക്വീനിനെ എത്രയും പെട്ടെന്ന് ട്രേഡ് ചെയ്തിട്ട് വേണം ബ്ലാക്കിന് കളിക്കാൻ. എന്നാൽ അതുകൊണ്ട് തന്നെ ഗുകേഷ് ഈ ഒരു ക്വീൻ ട്രേഡിന് തയ്യാറാവുന്നില്ല. ക്വീനിനെ തിരിച്ചു വലിക്കുകയാണ്. ക്വീൻ E1 ഈ ഒരു പോണിൽ ക്വീനും റൂക്കും കൂടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനെ തിരിച്ചു വലിക്കുന്നത്. എന്നാൽ ബിഷപ്പ് G5 വന്നതോടുകൂടി ഇവിടെ ഗെയിം വളരെ അധികം ഗുകേഷിൻ്റെ കൈകളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ബിഷപ്പ് റൂക്കിനെ അറ്റാക്ക് ചെയ്തതോടുകൂടി ഗുകേഷിന് ഈ ഒരു റൂക്കിനെ മുന്നോട്ടേക്ക് കളിക്കേണ്ടി വരികയാണ്. കാരണം ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയും വേണം. എന്നാൽ ഇവിടെ നിന്നും അറ്റാക്കിൽ നിന്നും മാറുകയും വേണം. അങ്ങനെ ഈ ഒരു റൂക്കിന് കൂടുതൽ പ്രഷർ വന്നിരിക്കുകയാണ്. കാരണം നെക്സ്റ്റ് മൂവിൽ തന്നെ നമുക്ക് കാണാം ഈ ഒരു റൂക്ക് C4 വന്നുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഒരു മൂവോട് കൂടി നമുക്ക് കാണാം റൂക്ക് ടേക്സ് നൈറ്റ് ഒരു ത്രെട്ടാണ്. കാരണം റൂക്ക് ടേക്സ് നൈറ്റ്, പോൺ ടേക്സ് റൂക്ക് അല്ലെങ്കിൽ ബിഷപ്പ് ടേക്സ് റൂക്ക് ഏത് കളിച്ചാലും ഈ ഒരു റൂക്കിനെ വെട്ടിമാറ്റാൻ സാധിക്കും ബ്ലാക്കിന്. ഇതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല നീക്കങ്ങളില്ല. അല്ലെങ്കിൽ ഈ ഒരു പോൺ ഇവിടെ ഹാങ്ങിങ് ആവും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഒരു പോൺ ഇപ്പോൾ പോകുന്നത് കാണാം. ഇവിടെ ആദ്യം കൗണ്ടർ അറ്റാക്ക് ചെയ്യാണ് പോൺ H4 ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ വളരെ സിമ്പിളായി ബിഷപ്പ് ഇവിടെ F4 വരുന്നു. നമുക്ക് കാണാം ഈ 4 പോൺ അതിൻ്റെ പിറകിലായിട്ടാണ് ഈ ഒരു ബിഷപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഷപ്പിനെ പ്രത്യേകിച്ച് ഇനി പെട്ടെന്ന് പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ റൂക്ക് ടേക്സ് നൈറ്റ് വരും. അതിനുശേഷം ക്വീൻ ടേക്സ് റൂക്ക് വരും. കാരണം ഈ ഒരു നൈറ്റാണ് ഈ ഒരു റൂക്കിനെ ഗാർഡ് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഡിഫൻഡറിനെ വെട്ടിമാറ്റുക, അതിനുശേഷം ഈ ഒരു റൂക്കിനെ വെട്ടിമാറ്റാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ത്രെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റൂക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ക്വീൻ വരികയാണ്. ക്വീൻ B1 കളിക്കുന്നു ഗുകേഷ്. അപ്പോൾ ഈ ക്വീൻ മാറിയതോടുകൂടി ഈ ക്വീൻ്റെ പോണിലുള്ള പ്രൊട്ടക്ഷൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ആയി ഒരു പോണിനെ കിട്ടിയിരിക്കുകയാണ്. റൂക്ക് ടേക്സ് പോൺ. ഇവിടെ റൂക്ക് ടേക്സ് റൂക്ക് കളിക്കുന്നു. ഇവിടെ ക്വീൻ ടേക്സ് റൂക്ക്. അതിനുശേഷം പോൺ ടേക്സ് പോൺ വരുന്നു. ഇവിടെ ബിഷപ്പ് ടേക്സ് പോണാണ് നല്ല നീക്കം. എന്നാൽ പോൺ ടേക്സ് പോണാണ് ഗുകേഷ് കളിക്കുന്നത്. സോറി, ഡിങ് ലിറൻ കളിക്കുന്നത്. നൈറ്റ് E2 ഇവിടെ ബിഷപ്പിൽ അറ്റാക്ക്. ക്വീൻ ടേക്സ് പോൺ. നമുക്ക് കാണാം ഈ ഒരു ക്വീൻ ഈ ഒരു പോണിനെ കൂടി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നൈറ്റ് ടേക്സ് ബിഷപ്പ്, ക്വീൻ ടേക്സ് ബിഷപ്പ്. ഇപ്പോൾ 2 പോണുകൾ കിട്ടിയിരിക്കുകയാണ് ബ്ലാക്കിന്. ഗുകേഷ് ഇവിടെ 2 പോൺ ഡൗൺ ആണ്. ഇവിടെ ഏറ്റവും ഈ ഒരു പൊസിഷൻ വെച്ച് ഗുകേഷിന് ഗെയിം സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് കാണാം ഓൾറെഡി 2 പോൺ ഡൗൺ ആണ്. എൻഡ് ഗെയിമിലേക്ക് പോകുമ്പോൾ ഗുകേഷിൻ്റെ കൈകളിൽ നിന്നും ഗെയിം പോവുകയാണ്. ഇപ്പോൾ വളരെ പാടുപെട്ടാണ് ഗുകേഷ്, ടൈം പ്രഷറിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗെയിമിൻ്റെ തുടക്കത്തിൽ ഗുകേഷ് വളരെ സ്പീഡിൽ കളിക്കുകയും ഏകദേശം 1 മണിക്കൂറോളം ഡിങ് ലിറനേക്കാളും സമയം കൂടുതലുണ്ടായിരുന്നു. ഡിങ് ലിറൻ തോൽക്കും എന്ന് വരെ വിചാരിച്ച വിധത്തിലായിരുന്നു ഓപ്പണിംഗ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ 2 പോൺ ഡൗൺ ആണ്. ഗുകേഷ് ആണെങ്കിൽ ടൈം പ്രഷറിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയത്തിലൊക്കെയാണ് പിന്നീട് ഗുകേഷ് കളിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പൊസിഷനിൽ നമുക്ക് കാണാം ഈ ഒരു പോണിൽ അറ്റാക്ക് ഉണ്ട്. ക്വീൻ ടേക്സ് പോൺ ഒരു ത്രെട്ടാണ്. ക്വീൻ ടേക്സ് പോൺ മറ്റൊരു ത്രെട്ടാണ്. ഓൾറെഡി 2 പോൺ ഡൗൺ ആണ്. ഇവിടെ 2 പോണുകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഗുകേഷ് കളിക്കുന്നത് ക്വീൻ C2 ആണ്. അത് ക്വീനിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഉള്ള ഒരു അറ്റാക്കിനൊക്കെ ആയിരിക്കാം ശ്രമം പിന്നീട്. അതുമാത്രമല്ല ഇവിടെ ഈ ഒരു പോണിൽ പിന്നീട് അറ്റാക്ക് ചെയ്യാം ക്വീൻ C3 കളിച്ചുകൊണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും നല്ല നീക്കം ബിഷപ്പ് C5 ആയിരുന്നു. ഇത് ഗുകേഷ് മിസ് ചെയ്ത ഒരു മൂവാണ്. കാരണം ഇവിടെ ക്വീനിൽ അറ്റാക്ക് ഉണ്ട്. അതുമാത്രമല്ല ഈ ക്വീൻ ടേക്സ് പോൺ കളിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം
ക്വീൻ ടേക്സ് പോൺ. ഇവിടെ റൂക്ക് ടേക്സ് ക്വീൻ കളിക്കുകയാണെങ്കിൽ അത് ചെക്ക്മേറ്റ് ആണ്. ഇവിടെ റൂക്ക് കൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതല്ലാതെ ഇവിടെ ക്വീൻ ടേക്സ് പോൺ കളിച്ച് ക്വീൻ ടേക്സ് പോൺ വരുന്നു. ഇവിടെ റൂക്ക് ടേക്സ് ക്വീൻ കളിക്കാതെ ആദ്യം വേണമെങ്കിൽ ക്വീന് കൊണ്ടൊരു ചെക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു മൂവ് വർക്കൗട്ട് ആവില്ല. ഇവിടെ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് ടേക്സ് ക്വീൻ കളിക്കുകയാണെങ്കിൽ ആ സമയത്ത് റൂക്ക് ടേക്സ് ക്വീൻ കളിക്കാം. അതുകൊണ്ട് ആ ഒരു ചെക്ക്മേറ്റ് ത്രെട്ട് വർക്കാവില്ല ഗുകേഷിന്. കിങ്ങിനെ മാറ്റുകയാണെങ്കിലോ അപ്പോൾ ക്വീൻ ടേക്സ് പോൺ ചെക്ക് വരും. പിന്നീട് ഈ ഒരു ക്വീനെ വെട്ടിമാറ്റാം. അല്ലെങ്കിൽ ക്വീൻ ടേക്സ് ക്വീൻ കളിക്കുകയാണെങ്കിൽ റൂക്ക് ടേക്സ് റൂക്ക് ക്വീൻ വിത്ത് ചെക്ക് വരും. പിന്നീട് ഇങ്ങനെയുള്ള ചെക്ക്മേറ്റ് ത്രെട്ടില്ല. കാരണം ഈ ചെക്കിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ റൂക്കിനെ വേണമെങ്കിൽ പിൻവലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ത്രെട്ടേ ഇല്ല. ഓക്കെ, ചെക്ക്മേറ്റ് ത്രെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഷപ്പ് C5 കളിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ടാക്ടിക്സ് ഇല്ല. എന്നാൽ അതല്ലാതെ മറ്റൊരു വിധത്തിൽ കളിക്കാൻ സാധിക്കും. കാരണം ബിഷപ്പ് C5 കളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്കിന് അത് എങ്ങനെ അഡ്വാൻറ്റേജായി മാറും എന്ന് നമ്മൾ കണ്ടു. കാരണം ഇവിടെ ക്വീൻ ടേക്സ് പോൺ കളിച്ച് ഇങ്ങനെയുള്ള ഒരു അറ്റാക്ക് വർക്കൗട്ട് ആവില്ല. എന്നാൽ ഇതിന് പകരം ഈ ഒരു പൊസിഷനിൽ വെച്ച് ഗുകേഷിന് റൂക്ക് ലിഫ്റ്റ് നടത്താൻ സാധിക്കുമായിരുന്നു. റൂക്ക് F3 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യാം. ഈ പോണിനെ എങ്ങനെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്? നല്ലൊരു വിധത്തിലും പോണിനെ സേവ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഈ പിന്നീട് ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്ത് ഈ ഒരു പോണിനെ വിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുമാത്രമല്ല റൂക്ക് ടേക്സ് പോൺ വരികയാണെങ്കിൽ പിന്നീട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അറ്റാക്കിംഗ് ചാൻസസ് ഉണ്ടായിരുന്നു. എന്നാൽ ഗുകേഷ് ഈ ഒരു റൂക്ക് ലിഫ്റ്റ് കംപ്ലീറ്റ്ലി മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഗുകേഷ് ബിഷപ്പിനെ കളിക്കുന്നില്ല. ബിഷപ്പ് C5 കളിച്ചിരുന്നെങ്കിൽ ബ്ലാക്കിന് കാസ്ലിംഗ് നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഗുകേഷിന് ഈ ഒരു ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ ഏറ്റവും പറ്റിയൊരു മൂവായിരുന്നു ബിഷപ്പ് C5. എന്നാൽ അത് ഗുകേഷ് ടൈം പ്രഷറിൽ മിസ് ചെയ്യുകയാണ്. ഈ ഒരു പൊസിഷനിൽ വെച്ച് ക്വീൻ C2ലേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു അറ്റാക്കിനുള്ള ശ്രമം. എന്നാൽ ക്വീൻ C4 കളിച്ചുകൊണ്ട് ആ ഒരു ശ്രമം കംപ്ലീറ്റായി ന്യൂട്രലൈസ് ചെയ്യുകയാണ് ബ്ലാക്ക്. ക്വീൻ എക്സ്ചേഞ്ചിന് നിൽക്കുന്നില്ല. ഗുകേഷ് ക്വീനെ മാറ്റുകയാണ്. ക്വീൻ D2 കളിച്ചുകൊണ്ട് പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് കാസ്ലിംഗ് കിങ് സൈഡ്. ഇങ്ങനെ കാസ്ലിംഗ് കളിച്ചതോടുകൂടി ഏകദേശം പൂർണ്ണമായും ഈ ഒരു ഗെയിം ഡിങ് ലിറൻ്റെ കൈകളിലായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കാസ്ലിംഗ് കളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഡിങ് ലിറൻ്റെ കിങ് സെൻട്രലാവുകയും ഈ ഒരു റൂക്ക് അധികം കൂടുതൽ കളിക്കാൻ ഉള്ള ഒരു സ്കോപ്പില്ല ഇതിന്. കാരണം ബിഷപ്പ് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുകയായിരുന്നെങ്കിൽ. ഇവിടെ ബിഷപ്പ് D4 കളിച്ച് ഗുകേഷ് ഒരു കിങ് സൈഡ് അറ്റാക്കിനുള്ള ഒരു ശ്രമം നടത്തിയാണ്. എന്നാൽ ആദ്യം നൈറ്റ് D3 കളിച്ചുകൊണ്ട് ക്വീൻ ടേക്സ് ബിഷപ്പ് ഒരു ത്രെട്ട് കൊടുക്കുകയാണ്. ക്വീൻ E3 കളിച്ച് ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആദ്യമായി റൂക്ക് ടേക്സ് റൂക്ക്, ബിഷപ്പ് ടേക്സ് റൂക്ക് വരുന്നു. പോൺ E5. ഈ ഒരു മൂവോടുകൂടി കംപ്ലീറ്റ് ഏകദേശം തോൽവി സമ്മതിക്കാവുന്നതാണ് ഈ ഒരു പൊസിഷനിൽ വെച്ച്. കാരണം പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നുമില്ല. ഇവിടെ ബിഷപ്പ് ടേക്സ് പോൺ വരുന്നു ആദ്യം. അപ്പോൾ ക്വീൻ ടേക്സ് പോൺ ചെക്ക്. ബിഷപ്പ് കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഡിങ് ലിറൻ തൻ്റെ അടുത്ത ബിഷപ്പുമായി വരുന്നു. ബിഷപ്പ് F5. അടുത്ത മൂവിൽ ബിഷപ്പ് ഇവിടെ G3 വന്നുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ത്രെട്ട്. ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്യുകയാണ്. ആ ബിഷപ്പ് അറ്റാക്കിലാണ് ഉണ്ടായിരുന്നത്. ക്വീൻ പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിലും ഇവിടെ ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു അറ്റാക്ക് ന്യൂട്രലൈസ് ചെയ്യുകയാണ്. എന്നാൽ ബിഷപ്പ് E4ലേക്ക് തന്നെ വരികയാണ്. ഇവിടെ പിന്നീട് ഒരു ചെക്കിനുള്ള സ്കോപ്പുണ്ട്. അവിടെ ഒന്ന് മാറുകയാണ് ആദ്യം. കിങ് H2, പോൺ H6. ഇവിടെ ബാക്ക് റാങ്ക് മെയ്റ്റിനുള്ള
എല്ലാ പോസിബിലിറ്റിയും ഇല്ലാതാക്കുകയാണ് ഒരു പോൺ H6 കളിച്ചുകൊണ്ട് കിങ്ങിന് ഒരു സ്പേസ് കൊടുക്കുകയാണ് പിന്നീട് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ളത്. ഇവിടെ വരികയാണ് ബിഷപ്പ് H3 ക്വീനിൽ അറ്റാക്ക്. ക്വീൻ ഇവിടെ D1ലേക്ക് മാറുകയാണ്. അടുത്ത മൂവിൽ ക്വീൻ H1 ചെക്ക് മേറ്റ് ആണ്. അതിൽ നിന്ന് മാറാൻ വേണ്ടി ആദ്യമായി ബിഷപ്പ് D6 ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല ഇവിടെ ചെക്ക് മേറ്റിനുള്ള ചാൻസ് കുറയ്ക്കുകയാണ്. കാരണം കിങ് G3യിലേക്ക് മാറാൻ സാധിക്കും. ആദ്യം ക്വീൻ C2 ചെക്ക്, കിങ് G3. അപ്പോൾ ക്വീൻ ടേക്സ് പോൺ. അടുത്ത പോണിനെ കൂടി വെട്ടിമാറ്റിയിരിക്കുകയാണ് ഡിങ് ലിറൻ. അതിനുശേഷം നമുക്ക് കാണാം ഇതൊരു പാസ്ഡ് പോണായി മാറിയിരിക്കുകയാണ്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും ക്വീനായി മാറും. വലിയൊരു ത്രെട്ട്. ഇവിടെ അവസാനമായി ഒരു ചാൻസ് എടുക്കുകയാണ് ഗുകേഷ്. ഒരു ടാക്ടിക്സിനുള്ള ശ്രമം. ബിഷപ്പ് E6 ചെക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഡിങ് ലിറൻ വളരെ കൃത്യമായി കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ വെച്ച് ഗുകേഷ് ഗെയിം റിസൈൻ ചെയ്യുകയാണ്, തോൽവി സമ്മതിക്കുകയാണ്. കാരണം ഇവിടെ കിങ് H8ലേക്ക് മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇനി അറ്റാക്കിനുള്ള സ്കോപ്പൊന്നുമില്ല. അത് മാത്രമല്ല പോൺ അഡ്വാൻറ്റേജ് നമുക്ക് കാണാം. 1, 2, 3, 4, 5 പോണുകളാണുള്ളത്. വൈറ്റിന് ആകെ 2 പോണുകൾ, 2 വീക്ക് പോണുകൾ. അതേപോലെ ഈ ഒരു പോൺ എപ്പോൾ വേണമെങ്കിലും ക്വീനായി മാറും. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ട്രിക്ക് എന്താണ്? ഇവിടെ ചെക്ക് കൊടുത്തപ്പോൾ ഡിങ് ലിറൻ ഈ കിങ് H8ന് പകരം കിങ് H7 കളിച്ചിരുന്നെങ്കിൽ അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആവുമായിരുന്നു. ഗുകേഷിന് നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ക്വീൻ ടേക്സ് ബിഷപ്പ് ചെക്ക്. ഇവിടെ ഒരു ക്വീൻ സാക്രിഫൈസ്. എന്നാൽ പോൺ ടേക്സ് ക്വീൻ കളിച്ചാൽ ബിഷപ്പ് ടേക്സ് ക്വീൻ തിരിച്ച് വെട്ടിമാറ്റാനും ഗെയിം കൺട്രോളിൽ കൊണ്ടുവരാനും ഇവിടെ സാധിക്കുമായിരുന്നു. എന്നാൽ ആ ഒരു ഫൈനൽ ട്രിക്കിന് വേണ്ടി ഗുകേഷ് ശ്രമിച്ചെങ്കിലും ഡിങ് ലിറൻ വളരെ കൃത്യമായി അതിനെ മൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ കിങ് H8ലേക്ക് മൂവ് ചെയ്ത സമയത്ത് ഇനി ഇങ്ങനെയുള്ള ട്രിക്കുകൾ നടക്കില്ല. കാരണം ഇവിടെ ക്വീൻ ടേക്സ് ബിഷപ്പ് കളിച്ചു കഴിഞ്ഞാൽ പോൺ ടേക്സ് ക്വീൻ കളിച്ച് ഇവിടെ ഈ ഒരു ക്വീനിനെ വെട്ടിമാറ്റാം എന്ന് കരുതണ്ട. കാരണം അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ചെക്ക് കൊടുക്കാൻ സാധിക്കും. ആദ്യം ഒരു ചെക്ക് കൊടുക്കാം, അതിനുശേഷം കിങ്ങിനെ മാറ്റിയതിന് ശേഷം മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വീനിനെ ബ്ലാക്കിന് വെട്ടിമാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കിങ് H8ലേക്ക് പോയി കഴിഞ്ഞാൽ H7ലുള്ളപ്പോൾ ഈ ഒരു ക്വീൻ ടേക്സ് ബിഷപ്പ് വിത്ത് ചെക്ക് വരും. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്തത് കാരണം തന്നെ ആ ഒരു ട്രിക്കൊന്നും നടക്കില്ല. ഈ ഒരു പൊസിഷനിൽ വെച്ച് ഗുകേഷ് ഗെയിം റിസൈൻ ചെയ്യുകയാണ്, തോൽവി സമ്മതിക്കുകയാണ്. എന്തായാലും ആദ്യത്തെ ഗെയിമിൽ തന്നെ വളരെ വാശിയേറിയ ഒരു ഗെയിമായിരുന്നു. ഫ്രഞ്ച് ഡിഫൻസ് യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഗുകേഷ് കിങ് സൈഡിൽ പോൺ സ്റ്റോം നടത്തി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. വളരെ വലിയൊരു ടൈം അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ചില നീക്കങ്ങൾ കണ്ടുപിടിക്കാൻ ഗുകേഷ് കൂടുതൽ സമയമെടുക്കുകയും ടൈം പ്രഷറിലാവുകയും ഡിങ് ലിറൻ ക്വീൻ സൈഡ് പോൺ വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് വളരെ കൃത്യമായി അറ്റാക്ക് ചെയ്ത് ഗെയിം വിജയിക്കും ചെയ്തു. ഇനി എന്തായാലും ഗെയിം 2 നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇന്ന് ഗെയിം നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക് യു.